എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കുമരകത്ത് നിന്നും വൈക്കത്തേക്ക് പോകുന്ന വഴിക്ക് കൈപ്പുഴമുട്ട് എന്ന് പറയുന്ന സ്ഥലത്ത്, ആ പാലത്തിന് സമീപത്തുള്ള ഒരു സ്ഥലത്താണ്. ഇത് ചുറ്റും മറച്ചിരിക്കുന്ന കണ്ടില്ലേ, ഷീറ്റ് കൊണ്ട് മറച്ച് പ്രോപ്പർട്ടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ കണ്ടതാണ്. ആദ്യം ഞാനിത് കണ്ടു, കൊണ്ടുപോകാൻ തരത്തിലുള്ള ഒരു നിർവാഹവും ഇല്ലാതെ വീഡിയോ പോലും എടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് കണ്ടു, അങ്ങ് പോയി. പക്ഷെ പിന്നീട് ഞാൻ വരുമ്പോൾ കാണുന്ന ഒരു ദാരുണമായ കാഴ്ചയായിരുന്നു. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഇത് വണ്ടി തട്ടിയിട്ടായിരിക്കും. എന്തായാലും പെടലിയൊക്കെ ഒടിഞ്ഞ് നീരൊക്കെ പിടിച്ച് കിടക്കുന്ന കണ്ടിട്ട് ഇപ്പം തന്നെ എനിക്ക് ഇത് വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാൻ പോലും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക വിഷമമാണ് പ്രശ്നം. ഞാനവിടെ വന്നു. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ബിസ്ക്കറ്റ് മേടിച്ച് കൊടുത്ത്, വണ്ടി തട്ടിയതായിരിക്കണം. വേറെ ആളുകളും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ഇൻഫർമേഷനായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം, നമ്മളെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് ഫുഡും ചായക്കടയിൽ നിന്ന് ബോണ്ട പോലുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. പക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ വേനൽക്കാലത്ത് ഇവർക്ക് വെള്ളം കിട്ടാനുള്ള മാർഗ്ഗമാണ്. എന്തായാലും നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇതുപോലൊരു പ്ലാസ്റ്റിക് കൂട് എടുത്തിട്ട് അതിന് ചുറ്റും ചപ്പായിക്കോട്ടെ, ഇതുപോലെ കമ്പായിക്കോട്ടെ, അല്ലെങ്കിൽ ചുമ്മാ മണ്ണായിക്കോട്ടെ, അതിങ്ങനെ ഒരു ചുറ്റും ഇങ്ങനെ ഒരു കൂമ്പാരം പോലെ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു പടുതാക്കുളത്തിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ രൂപം പോലെ ആക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകത്തില്ല. കാരണം നയവിരോധികൾ, സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള ആളുകളൊക്കെ ഇഷ്ടംപോലെയുള്ള നാടാണല്ലോ നമ്മുടെ. അപ്പോൾ ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് പച്ചവെള്ളം പോലും കിട്ടരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അവരതെടുത്ത് ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കുമല്ലോ, പാത്രം വെച്ച് കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നുള്ള നിലയിൽ ഇത് ഈ ഇൻഫർമേഷൻ എടുക്കണമെന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും പിറ്റേന്ന് വൈകിട്ട് വൈക്കത്തിന് വരെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വന്നപ്പോൾ ഞാൻ തിരിച്ച് കുമരകം വഴി പോകാം എന്ന് തീരുമാനിച്ചു. അത് ഈ കുഞ്ഞുങ്ങളെ അവിടെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവശേഷിക്കുന്ന 2 പേരെ നമുക്ക് റെസ്ക്യൂ ചെയ്യണം. അല്ലേ ഇത് ഇനി അതുവഴി പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് അല്ലാതെ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരാൾ വണ്ടിയിടിച്ച് മരിച്ചുപോയി, ഇവർക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇതെല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അതൊക്കെ ഈ ഇവരോട് താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത് ഭയങ്കരമായൊരു ഹോണ്ടിങ് ആണ്. അപ്പം അത് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. തിരികെ ഞങ്ങൾ വന്നു. എൻ്റെ കയ്യിലൊരു കൂടുണ്ടായിരുന്നു, ഒരു കാർട്ടൺ ബോക്സ് ഉണ്ടായിരുന്നു. അത് കടയിൽ നിന്ന് മേടിച്ചു. അത് വണ്ടിക്കുള്ളിൽ വെച്ചിട്ട് ഇവരെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ക്യാച്ച് ചെയ്യണം. പക്ഷേ നമ്മളവിടെ പരിചിതരായിട്ടുള്ള ആളുകളല്ല, വിജനമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പം നിങ്ങളാണോടാ ഇവിടെ ഈ പട്ടിയെ കൊണ്ട് ഉപേക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞ് വേണേൽ നമ്മളെ ആക്രമിക്കാം, പലതരത്തിലുള്ള അസഭ്യം പറയാം. പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് അസഭ്യം പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ലക്ഷ്യത്തിലാണോ ഇവിടെ വന്നത് അത് പരാജയപ്പെട്ടു പോകരുതില്ല. അതുകൊണ്ട് അവിടെ കുറച്ചങ്ങ് മാറിയുള്ള ഒരു സുഹൃത്തിനെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പം പുള്ളിയുടെയും കൂടെ ഒരു സാന്നിധ്യത്തിൽ നമ്മൾ ഇവരെ ക്യാച്ച് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പം ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് പ്രലോഭിപ്പിച്ച് അവർക്ക് പെഡിഗ്രി വരെ മേടിച്ച് കൊടുത്തിരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഇവിടെ സ്നേഹമുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഇവരോട്. എൻ്റെ ഒരു അനുഭവത്തിൽ നായവിരോധികളായിട്ടുള്ള ആളുകൾ അവർ കുറവായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഒരു 80% മനുഷ്യരെങ്കിലും സഹജീവി സ്നേഹമുള്ള മനുഷ്യരായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഇവരെ പിടിക്കാൻ നോക്കിയപ്പോൾ, പക്ഷേ ഈ ഷീറ്റിനടിയിൽ മറച്ച് വെച്ചിരിക്കുന്നതിനടിയിലേക്ക് ഇവർ കയറിപ്പോവുകയാണ് നമ്മളെ കാണുമ്പോഴത്തേക്കും. അതൊരു വലിയൊരു പ്രതിസന്ധിയായി. കാരണം നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. കയറാൻ പറ്റുമെന്നൊക്കെ ശ്രമമൊക്കെ നടത്തി നോക്കി കേട്ടോ. മതിൽ കയറുന്ന പോലെ അതൊക്കെ സാഹസികമായ പരിപാടിയാണ്. അങ്ങനെ ശ്രമം നടത്തി നോക്കി, അതൊന്നും നടക്കില്ല. പക്ഷേ ഇങ്ങനെ വലിച്ച് കൂടിനകത്താക്കി. ഇത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നിക്കാം.
വേദനയൊക്കെ എടുക്കും. പക്ഷേ നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്യുന്നു. വീട്ടിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലാണ്. അഡോപ്ഷനായിട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഇത്തരം കാഴ്ചകൾ നമ്മളെ വേദനിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളായത്. അവരിപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. ശരീരത്തിൽ അത്യാവശ്യം പരുക്കുകളൊക്കെ ഉണ്ടായിരുന്നു, ഈച്ചയൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. അതേൽ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലാ വോൺസ് എല്ലാം ഉണങ്ങിയിട്ടുണ്ട് എല്ലാം. അവരുടെ സുഖമായിട്ടിരിക്കുന്ന കളിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഷോർട്സായിട്ട് ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.